ഇതാ ഇതേപോലെ ചുറ്റിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലാവുന്ന തന്നെ ഇല്ലല്ലോ. നോക്കി, ഇതിപ്പോൾ മനസ്സിലാവുന്ന തന്നെ ഇല്ലല്ലോ. മനസ്സിലാവാൻ പാടില്ല. നമ്മൾ ഞാൻ ഈ മാലയെല്ലാം കാണിച്ചു തന്ന സമയത്ത്, ചില മാലയെല്ലാം കാണിച്ചു തരുന്ന സമയത്ത് അധികം ആൾക്കാരും ചുറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ആക്കി വെക്കുന്നതാണ്. അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ ചെങ്ക്രിങ്സ് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം അത് നേരെ തിരിച്ചിട്ടും ഇതേപോലെ കമ്പി ഇതേപോലെ ഇട്ടിട്ട് കൊണ്ടുവരാം കേട്ടോ. അതിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ചെയ്യുന്നത് ഓരോരോ പേളിൻ്റെയും ഉള്ളിലൂടെ, ഇപ്പോൾ ഓരോരോ പേൾ ഇപ്പോൾ വിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവില്ലേ, അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ മതി. എന്നാൽ തന്നെ അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ലേസിലും വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ആ ഓരോരോ സ്റ്റോൺ ലേസിൻ്റെ ഉള്ളിലൂടെ നല്ല വലിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കിത് മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ, ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇടാനാണെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തർക്കം കുട്ടികളൊക്കെ ഇതിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ അപ്പുറവും കൂടെ നമുക്ക് ഇതാക്കിയെടുക്കുക. ഇതൊരു കുഞ്ഞി മാലയാവും. നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ അതേപോലെ 2 ലെയർ ആക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മറ്റേ ചെയ്ത പോലെ അതിന് മാച്ചാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞു മാലയാവും. പിന്നെ ഇവിടെയും അതേപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ചുറ്റുന്നതിൽ 2 പ്രാവശ്യം ചുറ്റുക. എന്നിട്ട് മേലോട്ടേക്ക് ഓരോരോ പ്രാവശ്യം ഓരോരോ മുത്തിൻ്റെ ഉള്ളിലേയും കൂടെ ഓരോരോ പ്രാവശ്യം ചുറ്റിയിട്ട് വരാം. ചുറ്റിയിട്ട് വന്നിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു ജംഗ്രിങ്സ് ഇട്ട് കൊടുക്കാം. ജംഗ്രിങ്സ് ഇട്ട് കൊടുത്ത സമയത്ത് അതേപോലെ അത് തിരിച്ചിട്ടും ചുറ്റിയെടുക്കുക. തിരിച്ചിട്ട് അതേപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഇത് നമുക്ക് മറ്റേ വേറൊന്നിനും ഇങ്ങനെ നമ്മൾ ഹോൾസിലെ ചെയിനൊന്നും ഇങ്ങനെ ചുറ്റേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഈ ഹോൾസ് വരാത്ത ചെയിന് ചെയ്യുമ്പോൾ ഇനിയിപ്പം നമ്മൾ സ്റ്റോൺ ലേസിന് ഇങ്ങനെ ഒറ്റ ലെയർ ആക്കുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചുറ്റിയെടുക്കുക. അറ്റം വശം നമ്മൾ ഇതാക്കാനും വേണ്ടിയിട്ട് കൊളുത്ത് വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ടേക്കൊരു കൊളുത്തും വെച്ച് കൊടുക്കുക. നമ്മളെ മാല റെഡിയായി. നമ്മളൊരു കുഞ്ഞി മാല, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി മാല, ഒരു കുഞ്ഞി മാല ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് മാല. അപ്പം മാലയും ഒരു ഹെയർ ബാൻഡും വന്ന് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ 2 കാണാൻ നല്ല സ്റ്റൈലുള്ള സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കെല്ലാം ഇടാൻ പറ്റിയ മാലയാണ്. പക്ഷെ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, കറുത്ത് പോകും. അപ്പോൾ നല്ല സാധനം നോക്കിയിട്ട് സെയിൽ ചെയ്യുക.